ലൈംഗിക വൈകൃതത്തിനടിമയായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ വിവാഹം കഴിച്ച യുവതിയുടെ അവസ്ഥ. 2021 വലിയ മാധ്യമശ്രദ്ധ നേടിയ ഒരു വിവാഹമായിരുന്നു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന ഷിബു ജോർജിന്റെ വിവാഹം. 16 വർഷം മുമ്പ് 2009 ജനുവരി 30 അടൂരിൽ വെച്ച് നടന്ന യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ പങ്കെടുക്കവേ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ 3-ാം നിലയിൽ നിന്ന് കാൽവഴുതി വീണ് കിടപ്പിലാകുകയും സജീവ രാഷ്ട്രീയം വിട്ട് ഏകാന്ത ജീവിതം നയിക്കുകയും ചെയ്ത ഷിബുവിന്റെ ജീവിതത്തെപ്പറ്റി സഹപാഠിയായിരുന്ന ഒരു അഭിഭാഷകൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റ് കണ്ട ബ്യൂട്ടീഷ്യനായ സോണിയ ഷിബുവിനെ വിളിക്കുകയും പരിചയത്തിലുമാകുകയും ചെയ്തു. വീൽചെയറിലായ ഷിബുവിന് ഒരു ജീവിതം നൽകുവാൻ താൻ ഒരുക്കമാണെന്നും സോണിയ അറിയിച്ചപ്പോൾ തൻ്റെ അവസ്ഥ നേരിട്ട് വന്ന് കണ്ട ശേഷം മതി ആ തീരുമാനം എന്ന് ഷിബു പറഞ്ഞതോടെ സോണിയ നേരിട്ട് ഷിബുവിൻ്റെ വീട്ടിലെത്തുകയും സോണിയ തൻ്റെ തീരുമാനം ഉറപ്പിക്കുകയും ആയിരുന്നു. ആ വിവാഹം വലിയ മാധ്യമശ്രദ്ധ നേടി. മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ആ വിവാഹത്തിൽ പങ്കെടുക്കുകയും ഇവരെ ആശീർവദിക്കുകയും ചെയ്തു. ഇനി നമുക്ക് സോണിയ പറയുന്നത് കേൾക്കാം. ശരീരം തളർന്ന അവസ്ഥയിലും ഷിബു ആ അവസ്ഥയിൽ കിടന്നുകൊണ്ട് നിരവധി സ്ത്രീകളുമായി നടത്തിയ രതിവൈകൃതങ്ങളുടെ തെളിവുകൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സോണിയയുടെ ഈ അനുഭവം നൽകുവാൻ കാരണം സോഷ്യൽ മീഡിയയിൽ കൂടി കണ്ടിഷ്ടപ്പെട്ടോ സഹതാപത്തിൻ്റെ പേരിലോ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ്. യാതൊരു കാരണവശാലും 18 വയസ്സിൽ താഴെയുള്ളവർ ഈ വീഡിയോ കാണുവാൻ പാടില്ല. ഇനി സോണിയയുടെ അനുഭവത്തിലേക്ക്. എന്റെ പേര് സോണിയ എന്നാണേ. ഞാൻ തൃശ്ശൂർ ചേർപ്പിൽ നിന്നാ വിളിക്കണേ. ഞാൻ ചേട്ടന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ എല്ലാ ദിവസവും വിചാരിക്കും എന്റെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന്. എന്റെ ഫസ്റ്റ് മാരേജ് ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന എല്ലാ ഇതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ മോനെയും കൊണ്ട് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല, ഒളിച്ചോടി പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ 1 വയസ്സുള്ള കുട്ടീനെ അമ്മായപ്പനെ അതേപോലെയാണ് എന്നെ ഉപദ്രവിച്ചിരുന്നത് മാനസികമായിട്ടൊക്കെ. അതിനുശേഷം ഹസ്ബൻഡ് ജോലിക്ക് പോവില്ല, ഞാൻ തന്നെ കുടുംബമൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സെക്സ് പരമായിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. എന്നിട്ട് ആ 2.5 വയസ്സുള്ള കുട്ടീനെ ഞാൻ വീട്ടിൽ തന്നെ ഏൽപ്പിച്ചിട്ട് ഇറാഖിൽ ജോലിക്ക് പോയി ഞാൻ ഉള്ളതെല്ലാം സമ്പാദിച്ച് വീട് വെച്ചു. അതൊക്കെ കഴിഞ്ഞ സമയത്ത് എന്റെ സ്വന്തം അപ്പൻ എനിക്ക് 8 വയസ്സുള്ളപ്പോ എന്റെ അമ്മേനെ ഉപേക്ഷിച്ചിട്ട് വേറെ സ്ത്രീനെ വിവാഹം കഴിച്ചതാ. എന്നാലും അയാള് ചെറുപ്പം മുതലേ എന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നാലും ഞാൻ വലുതായിട്ടും ഇറാഖിൽ പോയപ്പോഴും അയാൾക്കും അയച്ചു കൊടുത്തു. പക്ഷേ അവിടെയും എന്നെ ചീറ്റ് ചെയ്യുക ചെയ്തത്. ഇറാഖിൽ വെച്ചിട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം നാട്ടിൽ വന്നിട്ടും ഞാൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴും എന്റെ മോന്റെ പപ്പയായാലും ഇപ്പൊ ഈ കുത്തിക്കൊല്ലണ ശ്രമങ്ങളൊക്കെ നടക്കല്ല, അതും ഞാൻ അനുഭവിച്ചതാ. ഇറാഖിന്ന് തിരിച്ച് അയാളുടെ വീട്ടിലേക്ക് പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കഴുത്തിന് കത്തി വെച്ചിട്ട് എന്റെ വായിൽ വിഷം ഒഴിക്കാൻ നോക്കിയതാ. ഞാൻ തള്ളിയപ്പോ അയാള് തന്നെ കുടിച്ചു. പക്ഷേ എന്റെ മോൻ അന്ന് 5-6 വയസ്സുള്ളൂ. എന്റെ മോനോട് അവന്റെ പപ്പ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പയ്ക്ക് പ്രഷർ കൂടിയിട്ട് ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ഞാനൊരു 14 വർഷത്തോളം ആ വീട്ടിൽ ഞാൻ ജീവിച്ചു. ഓരോ ജോലി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു, കുട്ടിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. മോനിപ്പോ +2 ആയി. അപ്പൊ അവന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ ചേർപ്പിലുള്ള ഒരാളെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടു. 2 കാലും അരയ്ക്ക് കീഴ്പോട്ട് തളർന്നതാണെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ആ സമയത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ആള് വന്ന് കാണാനൊക്കെ പറഞ്ഞു. അപ്പൊ ആ കൊറോണ സമയമായിരുന്നോണ്ട് കാണാനും വരാനും പറ്റില്ല. അതിനുശേഷം വന്ന് കണ്ട സമയത്ത് ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എന്റെ കൈമേല് പിടിക്കുക, ബ്രസ്റ്റ് മേലൊക്കെ പിടിക്കാൻ നോക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര മോശമായിട്ടൊക്കെ പെരുമാറി. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ആളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ കല്യാണത്തിന്റെ കാര്യം പിന്നെ തീരുമാനിക്കുക ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ അത് വന്ന് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞടി നീ ദേഷ്യപ്പെടാനും വേണ്ട, 10-12 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന മനുഷ്യനല്ലേ, അപ്പൊ സ്നേഹമൊക്കെ കിട്ടാഞ്ഞിട്ടായിരിക്കും എന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ കുറെ നാള് കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ അമ്മ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ല. പിന്നെ ഇയാള് നിർബന്ധിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, സോണി എന്റെ അമ്മയുടെ കാലശേഷം ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അമ്മയും മോനും ഒരു വേലക്കാരി മാത്രമേ ഉള്ളൂ. വേലക്കാരി ചോറൊക്കെ വെച്ച് കൊടുത്തിട്ട് പോകും. അങ്ങനെ അമ്മയുടെ കാലശേഷം എന്റെ അനിയനും പെങ്ങളും സ്വത്ത് കിട്ടാൻ വേണ്ടി എന്നെ അനാഥാലയത്തിലാക്കും, സോണിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടെ. ആ സമയത്ത് എനിക്ക് വേറെ സെക്കൻഡ് മാരേജ് ഒക്കെ ആലോചിക്കുന്നുണ്ട്. ഞാൻ അതിന് സമ്മതിക്കാതെ ഒരു ദിവസം എന്റെ അമ്മ ഇല്ലാത്ത സമയത്ത് എറണാകുളത്ത് തന്നെ ഒരു രാജേഷ് ചേട്ടൻ എന്ന് പറയും, കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഒരു വലിയ ആളാ. ആ ചേട്ടനോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി വെച്ച്
ഞാൻ തന്നെ ആൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തു. അത് പത്രത്തിലും ടിവിയിലും ഒക്കെ ആള് ഭയങ്കര ന്യൂസ് ആക്കി. ഞാൻ പറഞ്ഞതാണ് ഈ കല്യാണം അങ്ങനെ വലിയ ന്യൂസ് ഒന്നും ആക്കരുത്. അപ്പൊ ആള് പറഞ്ഞു ഞാൻ കോൺഗ്രസിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്, അപ്പൊ എനിക്ക് ഇപ്പോഴാണ് അതിനുള്ള ഒരു എന്നെ ആരും പരിഗണിക്കുന്നില്ല, അപ്പൊ ഈ ടിവിയിലും പത്രത്തിലും ഒക്കെ വരുത്തും എന്നൊക്കെ. അന്നത്തെ ദിവസമാണ് അയാൾ വൈകുന്നേരം ഞാൻ സാരി ഉടുത്തിറങ്ങിയപ്പോ ഇവിടെ നിറയെ ആൾക്കാരെയൊക്കെ കണ്ടു. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല. ആളുടെ ഒരു സന്തോഷം അല്ലേന്ന് വിചാരിച്ച് ഞാൻ അതിന് സപ്പോർട്ട് നിന്നു. അന്നത്തെ ദിവസം മുതൽ എന്നോട് ഭയങ്കര സ്നേഹമാണ് ആള് കാണിക്കുന്നത്. അതിനു മുമ്പ് ആളെന്നെ ചീത്ത പറയുകയും ഒക്കെ പറയുമെങ്കിലും ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഇവിടെ മലമൂത്രമൊക്കെ ഓടി നടന്ന് ഇടാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എന്തെങ്കിലും മെന്റലി പ്രശ്നമേ ഇല്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ തെറി വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ആളെന്താ ചെയ്യണെന്ന് വെച്ചാൽ ആള് ബെഡ്റൂമിലല്ല കിടക്കുന്നത്, ഹോളിലാണ് കിടക്കുന്നത്. അമ്മയുടെ മുമ്പിൽ വെച്ചിട്ടാണ് എന്നെ സെക്സ് പരമായിട്ട് യൂസ് ചെയ്യാൻ നോക്കുന്നത്. എന്നെ ബ്രസ്റ്റിൽ പിടിക്കുക, എന്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യാം. ആള് ഹോളിൽ എന്നെ കിടക്കുക. അപ്പൊ രാത്രിയിൽ അമ്മ എന്ത് ചെയ്യും, അമ്മയുടെ റൂമിൽ നിന്ന് ഹാളിൽ വന്ന് പായിട്ട് കിടക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ആളെടുത്ത് പറഞ്ഞു ഇത് ശരിയാവില്ല, അമ്മ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് നമ്മളെ കൊണ്ട് ഓറൽ സെക്സ് ചെയ്യിപ്പിക്കുക, ആള് നമ്മൾക്ക് ചെയ്തു തരാ. പിന്നെ ഇന്റർകോഴ്സ് ചെയ്യുമ്പോ ആള് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പിന്നെ ആളിങ്ങനെ മാക്സിമം ആൾക്കിങ്ങനെ കാല് രണ്ടുമാണ് ഇങ്ങനെ തളർന്നേക്കുന്നത്, അരക്ക് കീഴ്പോട്ട്. പക്ഷെ ആളുടെ പ്രൈവറ്റ് പാർട്സിനൊക്കെ അത്ര വലിയ കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ 2.5 വർഷം ആളുടെ ഭാര്യയായിരുന്നല്ലോ. അപ്പൊ ഇതെല്ലാം ആള് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോ അമ്മയുടെ മുമ്പിൽ വെച്ച് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. അപ്പൊ ആളുടെ ബന്ധുവായ ഒരു ആന്റി ഇവിടെ ചേട്ടൻ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു മാസത്തോളം ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു വൃത്തികേടുകളും ഒക്കെ. അപ്പൊ ഇതെല്ലാം ഞാൻ ഇങ്ങനെ സഹിക്കുക. എനിക്കാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യാനും പറ്റില്ല. ഇത് സെക്കൻഡ് മാരേജ് ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഇതൊന്നും അമ്മയുടെ മുമ്പിൽ വെച്ച് കാണിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് അമ്മ പച്ച തെറിയൊക്കെ വിളിക്കണേ. രാത്രി ഇങ്ങനെ കൈ കൊട്ടിയൊക്കെ തെറി വിളിക്കണം. അപ്പൊ എന്റെ വിചാരം ഈ അമ്മയ്ക്ക് എന്ത് ഇങ്ങനെ. അപ്പൊ ഈ ചേട്ടനൊന്നും പറയണൂല. ഞാൻ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ ആ രാത്രി വിളിച്ചപ്പോ ഇവര് പറഞ്ഞു സോണി അത് അമ്മയല്ലേ, ക്ഷമിക്കിട്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ചേട്ടന്റെ പെങ്ങള് വന്നിട്ടും ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് അവരാരും പെങ്ങളൊന്നും കല്യാണത്തിന് കൂടി ഉണ്ടായില്ല. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല, സോണി ഇവിടുന്ന് പോണം എന്നൊക്കെയാണ് പറയണത്. അളിയനും പെങ്ങളും ഒക്കെ എന്നെ ചീത്ത വിളിക്കുക. അത് കഴിഞ്ഞിട്ട് കൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുക. ആ സമയത്താണ് ഞാൻ തയ്യൽ പഠിക്കാനായിട്ട് പോയി. എന്ന് വെച്ചാൽ ഇവിടെ ഈ അമ്മയുടെ മൂത്രവും തീട്ടവും കുറഞ്ഞ അമ്മ ഓടി നടന്നൊക്കെ ചെയ്യണം. ചേട്ടന്റെ മലമൂത്ര വിസർജനങ്ങളും ഒക്കെ എടുക്കണം. അപ്പൊ ഞാൻ മെന്റലി ഭയങ്കര ഡിപ്രഷനായി, ആത്മഹത്യയുടെ വക്കീലാവുന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ തയ്യൽ ക്ലാസ്സിന് ഒരു ദിവസം ഞാൻ കയറി വന്നപ്പോ ഒരു ചേച്ചിയായിട്ട് ഇയാള് ഇവിടെ കിടന്നുകൊണ്ട് ആ ചേച്ചിയായിട്ടുള്ള ഓറൽ സെക്സ് ആണ് ഞാൻ കാണണേ. അപ്പൊ ഞാൻ പെട്ടെന്ന് കയറി വന്നപ്പോ ഇവര് കട്ടിലിൽ നിന്ന് ചാടി ഇങ്ങനെ മാറി. അപ്പൊ ഞാൻ ചോദിച്ചു ചേച്ചി എന്തേ കാണിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ഈ ചേച്ചി എന്റെ അടുത്ത് പറയാ അത് ഞാൻ 3-4 വർഷമായിട്ട് ഇവനുമായിട്ട് ഈ ബന്ധമുള്ളതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ചേച്ചി പോയി. പിന്നെ ഇവിടെ ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചത് എന്ത് ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോ ഇയാൾ എൻ്റെ അടുത്ത് കരഞ്ഞൊക്കെ കാല് പിടിക്കുക. അയാള് പറയാ അത് കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്നത്, ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ഇയാളുടെ ഫോൺ ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോ ഇയാൾ നമ്പർ ലോക്കാ ചെയ്ത് വെച്ചേക്കണേ. ഞാൻ എന്നിട്ട് അടുത്തിരുന്നിട്ട് ഈ നമ്പർ ലോക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ട് തുറന്നു നോക്കിയപ്പോ ഉണ്ടല്ലോ പല സ്ത്രീകളുമായിട്ട് വൃത്തികെട്ട ചാറ്റിങ്ങുകളും ഒക്കെയാണ്. അപ്പൊ എന്തുട്ടാ ഇയാള് ഞാൻ അടുത്ത് കിടക്കണ ദിവസങ്ങളില് മൂത്രമാക്കണും മോശനാക്കണ എന്റെ ദേഹത്ത്. അപ്പൊ എന്റെ അടുത്ത് പറയും സോണി കുട്ടീനെ വിളിക്കുള്ളൂ, എന്നെ സോണീന്ന് പോലും എന്റെ അടുത്ത് വിളിക്കില്ല, കുട്ടി അപ്പുറത്തെ റൂമിലേക്ക് കിടന്നോളൂ എന്ന് പറയും. അപ്പൊ എന്തുട്ടാ ഞാൻ അത് അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, ബാത്റൂമിൽ പോവാൻ നോക്കുമ്പോ എന്തുട്ടാ 2 മണിക്കും 3 മണിക്കൊക്കെ വീഡിയോ കോളുകളാ ഈ തളർന്ന് കിടക്കണ മനുഷ്യൻ. അപ്പൊ ഇതൊന്നും ആരോടും പറയാൻ എനിക്ക് പറ്റുള്ള, എന്റെ അമ്മയോട് പറയാൻ പറ്റുള്ള, ആരോടും ഞാൻ ഇവൻ ഇതുപോലെ തന്നെയല്ലേ വിളിച്ചോണ്ടിരുന്നത്? അതെ അതെ അതെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, തളർന്ന് കിടന്നവൻ ഇതൊന്നും വിശ്വസിക്കില്ല ആരും. പിന്നെ ഞാൻ ഇയാളുടെ കുറെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ എന്തുട്ടാ ഇവന് കുറെ പെണ്ണുങ്ങള്, ഇവൻ ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ മുതലുള്ള പെണ്ണുങ്ങള് ചേട്ടൻ എന്നെ ഉപേക്ഷിക്കില്ല, ചേട്ടൻ എന്നെ 3 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതല്ലേ കാല് പിടിക്കുക. അപ്പൊ എന്തോ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു ഇവൻ ചെറുപ്പകാലം മുതലേ. പിന്നെ ഇവൻ എന്നോട് പറഞ്ഞിരുന്നത് 10-13 വർഷത്തിന് മുമ്പ് നമ്മളുടെ അടൂർ വെച്ചിട്ട് ഒരു MLA MP എന്തോ ഉണ്ടല്ലോ, അടൂർ പ്രകാശിന്റെ ഹോട്ടലിൽ നിന്ന് മേളിൽ നിന്ന് താഴേക്ക് വീണതാന്ന്. പക്ഷെ അതൊന്നും അല്ലായിരുന്നു, ഇവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് കോൺഗ്രസ്സുകാര് തലക്കടിച്ചിട്ടതാണ് ഇവന്. അപ്പൊ
ഇത് ഇങ്ങനൊക്കെ സംഭവം ഉണ്ടാവണേന് 2-3 ആഴ്ചക്ക് മുമ്പ് ഇവൻ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കൂടിയായിരുന്നു. അന്ന് ലോ കോളേജ് സ്റ്റുഡന്റും കൂടിയാ. ഇവിടെ ഏതോ ഒരു സ്ത്രീകളൊക്കെ വീട്ടിൽ കയറിയിട്ട് തെങ്ങുമ്മ കെട്ടിയിട്ട് അടിച്ചു. ഇതെല്ലാം ഞാൻ അറിഞ്ഞിട്ടും ഞാൻ ക്ഷമിച്ച് ജീവിക്കുകയായിരുന്നു. ആ സമയത്ത് ഇലക്ഷൻ വന്നപ്പോ ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു നീ BJP-യിലാവണം. ഞാൻ പറഞ്ഞു എനിക്ക് കോൺഗ്രസോ BJP-യോ കമ്മ്യൂണിസ്റ്റോ ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് എന്റെ അമ്മ പണ്ട് BJP-ക്ക്. അപ്പൊ ഇവൻ തന്നെ കുറച്ച് പേരെ മോദിജിയൊക്കെ വന്നപ്പോ വിളിച്ചു വരുത്തണു, എന്നെ അവരുടെ കൂടെ വിടണു, എന്നെ പിന്നെ സുരേഷ് ഗോപിനെ കൊണ്ട് ഇതൊക്കെ മെമ്പർഷിപ്പ്. ഞാനൊരു മന്ദബുദ്ധിയെ പോലെയായിരുന്നു. എനിക്ക് മെന്റലി ഡിപ്രഷനായിട്ട് ഞാൻ 2-3 സൈക്കോളജിസ്റ്റിനെ കണ്ട് ഇങ്ങനെ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ കൗൺസിലിങ്ങിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അത്രയും ഹരാസ്മെന്റ് ഇയാൾ ഇവിടെ ചെയ്യണ എന്നോട്. ഇതൊന്നും പുറത്ത് പറയാനും എനിക്ക് പറ്റണില്ല. ഞാൻ സ്റ്റെപ്പുമ്പോ നിനക്ക് നിന്റെ വീട്ടിൽ പോയിക്കൂടെ എന്ന് പറഞ്ഞു പിടിച്ച് ഒറ്റ തള്ളി. ഞാനൊരു 10-13 സ്റ്റെപ്പിന്റെ താഴേക്ക് വന്ന് വീണു. എന്നിട്ട് എന്റെ കൈയെല്ലാം മുറിഞ്ഞു, നടുവൊക്കെ പ്രശ്നമായി. അപ്പോഴും ഞാൻ മൈൻഡ് ചെയ്യണം. ഞാൻ എന്റെ കൂട്ടുകാരിനോട് പറഞ്ഞു അത് ഞാൻ തെന്നി വീണതാടിന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ അങ്ങനെ പറഞ്ഞ ഇയാളുടെ ബന്ധുക്കളും ഇയാളും ഒക്കെ ഇങ്ങനെ ചെയ്യണേന്ന് പറഞ്ഞപ്പോ ചേർപ്പ് പോലീസുകാർ പറഞ്ഞു സോണി ആത്മഹത്യക്ക് ഒന്ന് ശ്രമിക്കല്ലേ, നമുക്ക് കൗൺസിലിംഗ് ഒക്കെ നടത്താം എന്നൊക്കെ പറഞ്ഞതിന്റെ 2ാമത്തെ ദിവസം ഇയാൾ ഈ കാണിക്കണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് കരച്ചിലായി. എന്റെ അമ്മേനെ കൊല്ലത്തുനിന്ന് വിളിച്ചു വരുത്തി. പിന്നെ ഇയാള് ഒരു 3 മണിയായപ്പോ ഈസ്റ്ററിന്റെ അന്ന് വെളുപ്പിനെ FB-യിൽ പോസ്റ്റ് ഇട്ടേക്കാ എന്റെ ഭാര്യ എന്നെ ഇങ്ങനെ കൊല്ലാൻ നോക്കി, എന്റെ മരണമൊഴിയായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു ഭ്രാന്തിയെ പോലെ ഈ മൊബൈലും പിടിച്ച് ഞാൻ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ രാത്രി 3 മണിക്ക് എന്റെ അമ്മേനെ വിളിച്ച് നടന്നു. അവിടെ ചെന്നപ്പോ അവരെന്നോട് പറയാ സോണിക്ക് അറിഞ്ഞൂടാത്ത പല ചതിയിലെ സോണി വന്ന് പെട്ടത്. ഇയാള് പണ്ട് മുതൽ ഇങ്ങനെ തന്നെയാണ്, പല പെണ്ണുങ്ങളായിട്ട് പല കേസും ഉണ്ട്. ഞങ്ങൾക്ക് വികലാംഗൻ എന്ന നിലയിലാണ് ഇവൻ ഇങ്ങനെ കാണിക്കണ, ഒന്നും ചെയ്യാൻ പറ്റില്ലാന്ന്. ഞാൻ എന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ചേർപ്പിലെ CA എന്നെ വിളിക്കുകയാണ്, സോണിക്ക് കയ്യും കാലും ഉണ്ടല്ലോ, അയാളെ നാളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ്. അപ്പൊ കൊടുത്തേക്കാ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കണം എന്ന് പറഞ്ഞ. ഞാനപ്പൊ ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഈ വീടും സ്ഥലം എവിടെയാണ്? തൃശ്ശൂർ ചേർപ്പ്. ഏത് പള്ളിക്കാരാ? ഞാൻ ഈ പള്ളിയിലൊന്നും അല്ല, ചേർപ്പ് പള്ളിയിൽ വെച്ച് ഇയാൾ എന്നെ വിവാഹം കഴിച്ചില്ല. ഇയാൾ ഏത് സഭക്കാരനാ? അയാൾ ഇവിടെ ചേർപ്പ് RC. നിങ്ങളോ? ഞാനും RC തന്നെയാണ്. പക്ഷെ കുറച്ചു നാളിന് മുമ്പ് എന്റെ അമ്മയും എന്റെ ബ്രദറൊക്കെ ഈ എംബറർ ഇമ്മാനുവൽ ഇല്ലേ അവിടെ പോയി. ഞാൻ അവിടെ പോവില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി. പിന്നെ ഈ ഷിബുവിനെ കല്യാണം കഴിച്ചപ്പോ ആ പള്ളിക്കാരെന്നെ പുറത്താക്കി. അപ്പൊ ഷിബു എന്നെ വിവാഹം കഴിച്ചിട്ടേ ഇല്ല ഈ പള്ളിയിൽ വെച്ച്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ചത്. നിയമപ്രകാരം നിങ്ങൾ അയാളുടെ വൈഫാണ്. പക്ഷെ അയാൾ ഇപ്പോഴും എന്നെ ജയിലിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണേ. വികലാംഗനെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. ഇയാള് ഇതേപോലെ തന്നെ പല സ്ത്രീകളായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് ആ സ്ത്രീകളുടെ ഭർത്താക്കന്മാര് ഇവിടെ കയറി തല്ലിയിട്ടുണ്ട്. ഇയാൾ ഈ തളർന്ന് വീണതിന് ശേഷം എനിക്കാണെങ്കിൽ 2 മാസമായിട്ട് ഞാൻ എണീറ്റ് നിക്കാൻ തുടങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ അന്ന് ഉന്തി ഇട്ടിട്ട് എന്റെ നട്ടലിന്റെ ഡിസ്ക് അകന്നു പോയി. അപ്പൊ എനിക്ക് നിക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ എന്റെ അമ്മയുടെ വീട്ടുകാരാണ് എന്നെ സഹായിച്ച് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറക്കി. ഇപ്പൊ ഞാൻ കുറച്ച് ഉഷാറായിട്ട് നടക്കണു. പക്ഷെ ഇയാളൊക്കെ ചെയ്യുന്നത് മഹാ ഒരു ദുഷ്ടത്തരാ. തളർന്നു കിടന്ന അവന്റെ തീട്ടോ മൂത്രം 2.5 വർഷം ഇവിടെ 10-20,000 രൂപ വേലക്കാരിക്ക് കൊടുക്കേണ്ട സ്ഥാനത്ത് കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ വേലക്കാരിനെ മാറ്റി ഇവരിവിടുന്ന്. എന്നിട്ട് അമ്മയുടെയും മോന്റെയും മൂത്രവും തീട്ടും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോണ്ടിരുന്നത്. ഈ ചേട്ടന്റെ പെങ്ങള് പോലും തിരിഞ്ഞു നോക്കില്ലായിരുന്നു. അനിയൻ ലണ്ടനിന്ന് വന്നിട്ട് എന്റെ മുടിക്കുത്തിന് പിടിച്ചിട്ട് എന്നെ അടിച്ചിട്ട് പറഞ്ഞു ഇവിടെ പല വേശികളും വരും, അവർക്ക് തുല്യായിട്ട് നിന്നെ ഞങ്ങൾ കാണും, ഇവിടുന്ന് ഇറങ്ങി പോണെന്ന്. അന്ന് രാത്രി ഞാൻ ആ പള്ളി വരെ ഞാൻ ഓടി ഇവരെന്നെ ഉപദ്രവിക്കണം കണ്ടിട്ട്. എന്നിട്ട് അളിയനും ഈ പെങ്ങളും അനിയനൊക്കെ വന്ന് എന്റെ കാല് പിടിച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ പിറ്റേ ദിവസം അനിയന് ലണ്ടനിലേക്ക് പോണായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ പറയാം. ഞാൻ ആത്മഹത്യയുടെ വക്കീന്നാണ് ഇപ്പൊ ഞാൻ ഈ 1 വർഷമായിട്ട് പിടിച്ചു നിക്കാണ് ജീവിതത്തില്. ഇപ്പോഴും അയാള് കള്ളക്കേസ് കൊടുക്കാം. ആദ്യത്തെ ഇതില് മോനുണ്ട്. എന്റെ മോനിപ്പൊ എന്നോട് മിണ്ടില്ല. എന്താന്നറിയോ, എന്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു വികലാംഗനെ കല്യാണം കഴിച്ചത് സ്വത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന്. എന്റെ മോൻ എന്നോട് ചോദിച്ചു അമ്മ അതിന് വേണ്ടിയിട്ടാന്ന് എല്ലാരും പറയണ്ടല്ലോന്ന്. പക്ഷെ എല്ലാരും കുറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചു നിക്കണ എന്താന്ന് വെച്ചാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാ ഇത് പുറലോകത്ത് അറിയണത് ഇവനെ കൊല്ലാൻ നോക്കിയോണ്ട് പേടിച്ച് ഞാൻ മരിച്ചു എന്നായിരിക്കും. അതെന്റെ അമ്മ എന്നോട് പറഞ്ഞു ജീവിച്ചിരിക്കണം, ജീവിച്ചിരുന്നിട്ട് ഫൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അവൻ മഹാദുഷ്ടനാ.
ഈ ഗാർഹിക പീഡനത്തിന് ഞാൻ കേസ് കൊടുക്കുമെന്ന് മനസ്സിലായപ്പോഴേ ഈ കള്ളത്തരം ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഇടയിൽ കിടന്നുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരെ ഇവൻ കരുവാക്കി വെച്ചേക്ക്. അവരുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്നെ കല്യാണം കഴിച്ച് കൂട്ടുകാരുടെ അടുത്തുനിന്ന് 3-4 ലക്ഷം രൂപ മേടിച്ചെടുത്തു. എന്നിട്ട് ഇപ്പൊ സത്യം പറയാ, ചേട്ടൻ ഇവിടെ വന്നു നോക്കണം, ഞാൻ ഒറ്റയ്ക്ക് 1 വർഷമായിട്ട് ഒരാളുടെ സഹായം ഇല്ലാണ്ട് ഈ വീട്ടിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കാ. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. എന്റെ കൂട്ടുകാരികളോ ആരെങ്കിലും വിളിക്കുമ്പോഴാണ് ഞാൻ ഇതിന്റെ ഉള്ളിൽ ജീവനോടെ ഉണ്ടെന്ന് അറിയണേ. ഒന്നോർത്ത് ചേട്ടനൊക്കെ ചെയ്യുന്ന ഉപകാരമില്ലേ, ഓരോ സ്ത്രീകളെയൊക്കെ രക്ഷിക്കുകയോ ചെയ്യണേ. ആദ്യത്തെ ലൈഫിൽ ഞങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചതാ ചേട്ടാ. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിലില്ലേ, ഞങ്ങളൊക്കെ ഡിവോഴ്സ് ചെയ്ത് മക്കളെ ഉപേക്ഷിച്ചു വന്നു എന്നുള്ള അവസ്ഥയിലാ. ഞങ്ങള് മരിക്കാതിരിക്കാൻ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടണേ. ഇവനെ ആ അനാഥാലയത്തിൽ പോയി കിടന്നിട്ടേ ഈ ലോകം മൊത്തം ഞാൻ വേശ്യാന്ന് പറഞ്ഞു വരുത്തിക്കൊണ്ടിടന്നു. എന്നിട്ട് ഞാൻ അനാഥാലയത്തിലെ കന്യാസ്ത്രീകളുടെ കാല് പിടിച്ചു. എനിക്ക് 2ാമത് കിട്ടിയ ജീവിതമാണ്, നിങ്ങൾ അവർക്കൊരു കൗൺസിലിങ് കൊടുക്ക്, എനിക്ക് ജീവിതമെങ്കിലും തിരിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് പറയേട്ടാ, അവനിവിടൊക്കെ താമസിക്കണേന് സോണിക്ക് എന്താന്ന്. അപ്പൊ കന്യാസ്ത്രീകൾക്ക് എന്താ വേണ്ടെന്നറിയാമോ? അവൻ അവിടെ കിടന്ന് ചത്തവർക്ക് സ്വത്താണ് വേണ്ടത്. അവന്റെ പെങ്ങളിലും അളിയനും ഒക്കെ സ്വത്താ വേണ്ടത്. എന്തുകൊണ്ടാണ് ഇപ്പം i2i ന്യൂസിലൂടെ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുകൾ ലോകത്തോട് നടത്തുവാൻ ആഗ്രഹിക്കുന്നതും എന്താണ് ഇതിലൂടെ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഇത്രയും നാള് ഞാനൊക്കെ ഇത് മൂടി വെച്ചിട്ടാ ജീവിച്ചുകൊണ്ടിരുന്നത്. സമൂഹം എന്തു പറയും, ഫസ്റ്റ് ഡിവോഴ്സ് കഴിഞ്ഞു, സെക്കൻഡ് മാരേജിലും നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മളുടെ കയ്യിലെ തെറ്റുകൊണ്ടാണെന്നാണ് സമൂഹം മൊത്തം കറക്കിച്ച് തുപ്പിക്കൊണ്ടിരുന്നത്. പക്ഷെ അതല്ല എന്ന് എനിക്ക് സമൂഹത്തിനോട് തുറന്നു പറയേണ്ട ഒരു ആവശ്യം എന്റേതായിട്ട് മാറി. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നങ്ങൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ സമൂഹം പല രീതിയിലാണ് ചിത്രീകരിക്കുക. അങ്ങനെയല്ല, സത്യം സമൂഹം മനസ്സിലാക്കണം. എന്താണ് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്തുകൊണ്ട് ഡിവോഴ്സ് ചെയ്യേണ്ട അവസ്ഥ വന്നതെന്ന് സമൂഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്റെ അനുഭവത്തിന്റെ ഒരു ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചേട്ടനൊക്കെ ഈ ചെയ്യുന്ന ഈ പ്രോഗ്രാം സ്ത്രീകൾക്ക് ഭയങ്കര സപ്പോർട്ടാ. ഞങ്ങൾക്ക് തുറന്നു പറയാൻ ആരുമില്ല, ഞങ്ങളെ കേൾക്കാൻ ആരുമില്ല ഈ സമൂഹത്തില്. അപ്പനായാലും അമ്മയായാലും ആങ്ങളെയായാലും ഞങ്ങളെ കേൾക്കില്ല അവര്. നമ്മളുടെ അടുത്ത് പറയണ സഹിച്ച് ജീവിച്ചോളാനാ പറയണത്. സഹിക്കണേന്റെ അവസാന വാക്ക് ആത്മഹത്യയാണ് ഒരു സ്ത്രീക്ക്. ഞാനൊക്കെ അതിന്റെ വക്കത്തുനിന്ന് ഇവിടെ വന്ന് നിക്കണതാണ്. പണ്ട് ഈ യൂട്യൂബ് ചാനലുകാരൊന്നും ഇല്ല, അവരാരും നമ്മൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നുണ്ടായില്ല. പക്ഷെ ഇപ്പൊ ചെയ്തു തുടങ്ങി. ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞപ്പോ അവരൊക്കെ ഇറങ്ങി തിരിച്ചു. എന്തുകൊണ്ട് ഒരു സ്ത്രീ ഇങ്ങനെ? അപ്പൊ എനിക്ക് തോന്നി ചേട്ടനോടൊക്കെ പറയണം, നിങ്ങൾ സമൂഹത്തിനോട് വിളിച്ചു പറയും ഇന്നതാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്നുള്ളത്. എത്രയോ സ്ത്രീകൾ വീടിന്റെ ഉള്ളിൽ ഇതേപോലെ വിഷമിച്ച് കഴിയണുണ്ടെന്ന് അറിയാമോ? അവസാനം അവർ സഹി കെടുമ്പോഴേ ഒന്നല്ലെങ്കിൽ അവര് പോയി ആത്മഹത്യ ചെയ്യണു, അല്ലെങ്കിൽ അവർ ഡിവോഴ്സ് ചെയ്തു പോണു. ഡിവോഴ്സ് ചെയ്താലും അവരെ വെറുതെ വിടുന്നില്ല, ആത്മഹത്യ ചെയ്താലും അവരെ വെറുതെ വിടുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് നമ്മൾ ഒരാളെ വിലയിരുത്തേണ്ട ആവശ്യമില്ല. അവരെ കുറിച്ച് നമ്മൾ നേരിട്ട് അന്വേഷിച്ചിട്ട് വേണം ആ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ. ഒരു ഡിസബിലിറ്റി ആയിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ഒരിക്കൽ പോലും ഞാൻ ചിന്തിക്കാത്ത ഒരു ക്യാരക്ടറിന്റെ ഉടമയായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു ഡിസബിലിറ്റി ആയ ഒരാൾക്കും ഇത്രയേറെ ക്രൂരതകൾ ഒരു സ്ത്രീയോട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഞാനത് സ്വന്തം അനുഭവത്തിലൂടെ അനുഭവിച്ചറിഞ്ഞതാണ്. സമൂഹത്തിന്റെ മുമ്പിൽ അയാൾ ഡിസബിലിറ്റി പേഴ്സൺ ആണ്, എല്ലാവരും അയാൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അയാൾക്ക് വേറൊരു പേഴ്സണാലിറ്റി ഉണ്ട്. അവരുടെ വീട്ടിന്റെ ഉള്ളിൽ അയാൾ ക്രൂരനാണ്, സമൂഹത്തിന്റെ മുമ്പിൽ അയാൾ ദയവ് മാത്രം അർഹിക്കുന്നു. വീട്ടിന്റെ ഉള്ളില് ഭയങ്കര ക്രൂര സ്വഭാവവും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒന്നുമല്ല ജീവിതം. അതൊക്കെ അവര് അവിടെ ലൈക്ക് കിട്ടാനും കമന്റ് കിട്ടാനും വേണ്ടി മാത്രം കാണിക്കുന്ന ഓരോ ഷോയാണ്. ഞാനും എന്റെ ഡിസബിലിറ്റി ആയ എന്റെ ഹസ്ബൻഡും കൂടി കുറേയേറെ ഫോട്ടോകൾ എടുക്കണു. ആ ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം ഞങ്ങൾ കോസ്റ്റ്യൂം ഇടണം. അത് കഴിഞ്ഞിട്ട് എന്നോട് ക്രൂരതയെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നേ അയാളും അയാളുടെ വീട്ടുകാരും എല്ലാം. ഇത് സമൂഹത്തിനോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാണ്ട് ഈ നിമിഷം വരെ ഞാൻ പിടിച്ചു നിൽക്കണത്. പക്ഷെ ഞാൻ എന്തെങ്കിലും മരിച്ചു പോയാൽ ഇനി ഞാൻ ആത്മഹത്യ ചെയ്യില്ല. ഈ കുടുംബക്കാരെന്നെ കൊന്നതായിരിക്കും. ഞാൻ ആത്മഹത്യ ചെയ്യില്ല. എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാര് സ്വത്തിന് വേണ്ടിയിട്ട് എന്നെ കൊന്നതായിരിക്കും. 1 വർഷമായിട്ട് ഞാൻ ഉറങ്ങാണ്ട് രാത്രിയിൽ കുത്തിയിരിക്കുക. രാത്രിയിൽ പുറകോശത്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ മുട്ടലാ.
പോലീസുകാരോട് പറയുമ്പോ തെളിവില്ലാത്തോണ്ട് കേസ് എടുക്കാൻ പറ്റില്ല. പക്ഷെ സ്ത്രീകളായി ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഒരു മനുഷ്യന്റെ മലമൂത്രം കോരാൻ ഒരു സ്ത്രീ തയ്യാറായിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്വത്തിന് വേണ്ടിയിട്ടല്ല, അവളുടെ ജീവിതം അവൾ അത്രയേറെ സമൂഹത്തിന്റെ മുമ്പില് ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാ. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോ ഇതേപോലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കുറെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വികലാംഗനായാലും മതി, ഞാൻ അയാളുടെ മലമൂത്രമായാലും കോരി ജീവിച്ചോളാന്ന് മനസ്സിൽ ചിന്തിച്ചതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാ. അല്ലാണ്ട് അയാളുടെ സ്വത്തും വേണ്ട, പണവും വേണ്ട, ഒന്നും വേണ്ട. ഒരു ജീവിതം മാത്രം കൊതിച്ചിട്ട് ചെയ്തതാ. എന്താന്ന് വെച്ചാൽ ആദ്യത്തെ ലൈഫിൽ അത്രയേറെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇനിയും ഒരു സ്ത്രീക്ക് മാന്യമായിട്ട് ജീവിക്കണം. എന്നെ പോലുള്ള സ്ത്രീകൾ ഇനിയും ജീവിക്കും, ഭർത്താവില്ലെങ്കിലും. ഞാൻ 1 വർഷമായിട്ട് അനുഭവിക്കുന്ന ഈ കുടുംബത്തില് ഒറ്റയ്ക്കാണ്. ഞാൻ ഈ വീട്ടില് ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് അയൽവക്കക്കാര് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല, പള്ളിക്കാര് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ക്രിസ്മസ്, ഈസ്റ്റർ, ഓണം എല്ലാവരും കിറ്റുകൾ കൊടുക്കണു, എല്ലായിടവും ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നു. പക്ഷെ ഒരു വീട്ടിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുമ്പോ ആ സ്ത്രീ ജീവനോടെ ഇരിക്കുന്നുണ്ടോന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാവരും നോമ്പ് പിടിക്കണു. ഒരു സ്ത്രീ മരിക്കുമ്പോഴല്ല ആ സ്ത്രീനെ കുറിച്ച് സഹതപിക്കേണ്ടത്. പോലീസുകാർക്കൊക്കെ കേസ് എടുക്കണത് എപ്പോഴാന്നറിയുമോ? മരിച്ചു കഴിയുമ്പോ മാത്ര. എന്തിനാ മരിക്കാൻ നിക്കണേ? മരിക്കുന്നതിന് മുമ്പ് അതിനെ ഒന്ന് സഹായിച്ചൂടെ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.